അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ. രഞ്ജി ട്രോഫിയിലും ദുലീപ് ട്രോഫിയിലും അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടി ഇതിഹാസ താരത്തിന്റെ അപൂർവ നേട്ടത്തിന് ഒപ്പമെത്തിയപ്പോൾ പൃഥ്വി ഷാ വിശേഷിക്കപ്പെട്ടത് ഇത്തരത്തിലാണ്. പിന്നാലെ 18-ാം വയസ്സിൽ ടെസ്റ്റ് അരങ്ങേറ്റത്തിലും സെഞ്ചുറി നേടി സച്ചിനെയും അതിശയിപ്പിച്ചപ്പോൾ ക്രിക്കറ്റ് ലോകം പ്രവചിച്ചു, ഇനി പൃഥ്വിയുടെ കാലമാണ്. എന്നാൽ അതിനുശേഷം പൃഥ്വിയുടെ കരിയർ സഞ്ചരിച്ചത് അവിശ്വസനീയമായ വഴികളിലൂടെയാണ്. അച്ചടക്കരാഹിത്യവും ഫിറ്റ്നസ് പ്രശ്നങ്ങളും മൂലം ഫോം നഷ്ടമായ പൃഥ്വിക്ക് ഇപ്പോൾ മുംബൈ ക്രിക്കറ്റ് ടീമിൽ വരെ ഇടം നഷ്ടമായിരിക്കുകയാണ്. ആഭ്യന്തര ഏകദിന ചാമ്പ്യൻഷിപ്പായ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള ടീമിലേക്ക് 25-കാരൻ പൃഥ്വിയെ മുംബൈ പരിഗണിച്ചത് പോലുമില്ല. IPL താരലേലത്തിൽ അൺസോൾഡ് ആയതിനു പിന്നാലെ പൃഥ്വിയുടെ കരിയറിലെ വലിയ തിരിച്ചടിയും ഉണ്ടായി. സച്ചിന്റെ പിൻഗാമിയായി വാഴ്ത്തപ്പെട്ടിരുന്ന പൃഥ്വിയുടെ ഏറ്റവും വലിയ ശത്രു പൃഥ്വി തന്നെയാണ്. വിജയ് ഹസാരെ ട്രോഫിക്കുള്ള ടീമിൽ ഇടം കിട്ടാതെ പോയതിനെ തുടർന്ന് ദൈവമേ ഇനി എന്തു തെളിയിക്കണം ഞാനെന്ന് സമൂഹ മാധ്യമത്തിലൂടെ വികാരധീനനായി പ്രതികരിച്ച പൃഥ്വിയെക്കുറിച്ച് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനിലെ ഒരു സീനിയർ ഒഫീഷ്യൽ പ്രതികരിച്ചത് കളിക്കണക്കുകൾ മാത്രം നോക്കിയല്ല പൃഥ്വിയെ തങ്ങൾ പരിഗണിക്കാതിരുന്നത് എന്നാണ്. ഇക്കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 10 പേരുമായാണ് മുംബൈ ടീം ഫീൽഡ് ചെയ്തതെന്ന് പറയേണ്ടി വരും. പന്ത് ഓടിപ്പിടിക്കാനുള്ള ഫിറ്റ്നസ് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അല്പം മയത്തിലാണെങ്കിലും മുംബൈ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പ്രകടിപ്പിച്ചത് സമാനമായ വികാരം തന്നെയാണ്. പക്ഷെ അദ്ദേഹം പരിശീലനത്തിനും കളിയിലും അച്ചടക്കം പാലിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായി പ്രശ്നങ്ങൾ മനസ്സിലാക്കി തിരുത്തേണ്ടത് അവനവൻ തന്നെയാണ്. എല്ലാ കാലത്തും ഒരാളെ താലോലിക്കാൻ കഴിയുമോ? ഇത്തരത്തിലാണ് ശ്രേയസ് അയ്യർ പറയുന്നത്. കരിയറിന്റെ തുടക്കകാലത്ത് സച്ചിന്റെ പിൻഗാമിയായാണ് വിശേഷിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ മറ്റൊരാളോടാണ് പൃഥ്വി ഉപമിക്കപ്പെടുന്നത്. അത് വിനോദ് കാംബ്ലിയോടാണ്. ഉജ്ജ്വലമായി തുടങ്ങിയ കരിയർ അച്ചടക്കരാഹിത്യം മൂലം നഷ്ടപ്പെടുത്തിയ കാംബ്ലിയുടെ അതേ വഴിയിലൂടെയാണ് പൃഥ്വിയുടെയും സഞ്ചാരം എന്നതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം. 2019 നിരോധിത ഉൽപ്പന്നമായ ടെർബ്യൂട്ടാലിന്റെ അംശം ശരീരത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് BCCI 8 മാസം വിലക്കേർപ്പെടുത്തിയതിൽ തുടങ്ങുന്നു പൃഥ്വിയുടെ വീഴ്ചകളുടെ തുടക്കം. അടുത്ത വർഷം ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ഒരു പരിശീലന മത്സരത്തിൽ ദീർഘനേരം ഫീൽഡ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പരിക്ക് അഭിനയിച്ച പൃഥ്വിയെ ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ തന്നെ പിടികൂടി. IPL ക്രിക്കറ്റിലും പൃഥ്വി ടീം മാനേജ്മെന്റിന്റെ അപ്രീതിക്ക് കാരണമായി. 2021 ഒരു എക്സ്ട്രാ നെറ്റ് സെക്ഷൻ ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ പൃഥ്വി വിസമ്മതം പ്രകടിപ്പിച്ച കാര്യം ഡൽഹി ക്യാപ്റ്റൻസ് പരിശീലകൻ റിക്കി പോണ്ടിംഗ് വെളിപ്പെടുത്തിയിരുന്നു. ക്രിക്കറ്റിന് പുറത്തെ സംഭവങ്ങളിലും പൃഥ്വി വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറും പൃഥ്വിയുമായി തെരുവിൽ കലഹമുണ്ടായതും വാർത്തയായിരുന്നു. വിമർശനങ്ങൾക്കോ ബാറ്റ് കൊണ്ടോ പന്ത് കൊണ്ടോ മറുപടി പറയുന്നതാണ് മികവുറ്റ ക്രിക്കറ്റ് താരങ്ങളുടെ ശൈലി. എന്നാൽ പൃഥ്വിക്ക് അതിന് സാധിക്കുന്നില്ല. ആഭ്യന്തര 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പായ മുഷ്താഖ് അലി ട്രോഫിയിൽ ഇത്തവണ മുംബൈയുടെ ഓപ്പണറായി ഇറങ്ങിയ പൃഥ്വിയുടെ കളിക്കണക്ക് നോക്കിയാൽ 9 കളിയിൽ 21.88 ശരാശരിയിൽ വെറും 197 റൺസാണ് എടുത്തിട്ടുള്ളത്. 36 വയസ്സുള്ള സഹതാരം അജിൻക്യ രഹാനെ ടോപ്പ് സ്കോററായ പട്ടികയിൽ 47-ാം സ്ഥാനത്തായിരുന്നു. 25-കാരൻ പൃഥ്വി. IPLലും വിജയ് ഹസാരെ ട്രോഫിയിലും ഇടം കിട്ടാതെ പോയതോടെ ഈ ഫോം നഷ്ടം മറികടക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ് പൃഥ്വിക്ക് അന്യമാകുന്നത്.